ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിന്ദി ഇടിവെട്ട് പടം. അതായത് ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ ഇടി കുത്ത് ബോംബ് ബ്ലാസ്റ്റ് ഇതൊക്കെ മാത്രമേ പടത്തിലുള്ളൂ. പിന്നെ സാറ അർജുൻ അത് 2 ദിവസം മുമ്പ് നമ്മുടെ ഇൻസ്റ്റയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ, ആ ഒരു ലുക്ക്. കുറച്ച് പടത്തിൽ ഈ കൊച്ചു അഭിനയിച്ചിട്ടുള്ളൂ. ആകെ 20 വയസ്സ്. എന്ത് ഭാഗ്യം അല്ലേ. അഭിനയിച്ച അത്യാവശ്യം എല്ലാ പടവും എനിക്ക് തോന്നുന്നത് ഹിറ്റാണെന്ന് തോന്നുന്നു. ദൈവ തിരുമകൾ 2014 പടം, എല്ലാവരും അത് കരഞ്ഞുകൊണ്ടാണ് ആ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവർക്കും അറിയാം, വിക്രമിൻ്റെ ഒപ്പം ഉള്ള ആ കൊച്ചു കുട്ടിയിൽ അത് തന്നെ. പിന്നെ ആൻ മരിയ കലിപ്പിലാണ്, അതിലും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും ഒരു 2016 ആ ടൈമിൽ ഇറങ്ങിയ ഒരു പടമാണ്. പിന്നെ സൈവം 2014, പൊന്നിയൻ സെൽവൻ ഫസ്റ്റ് സെക്കൻഡ്, പിന്നെ സില്ലു കരിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി അഭിനയിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഓൾമോസ്റ്റ് ഒരു 10 പടത്തിൽ പുള്ളിക്കാരത്തി ഉണ്ട്. കൊള്ളാം. എല്ലാ പടവും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുള്ളൊരു പടമാണ്. വീണ്ടും ഹിന്ദിയിലേക്ക് ചുവട് വെച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാം മൊത്തം വൈറലായിരുന്നു പുള്ളിക്കാരത്തെ ഒരു ഫോട്ടോ. ആ ഒരു വൈറ്റ് ഡ്രസ്സ് തട്ടവിട്ടിരിക്കുന്ന വൈറ്റ് കൗച്ചും എന്നൊക്കെ ഭയങ്കര തീ പടർത്തിയിട്ടാണ് പോയി. ഇപ്പോഴും സെർച്ച് ലിസ്റ്റിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വേറൊന്നുമല്ല, ഈ വർഷം ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഈ മൂവി ഇത് ശരിക്കും പറഞ്ഞാൽ ആനിമലിൻ്റെയൊക്കെ ബാപ്പ് ആയിട്ട് വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾ വേറെ ഒരു ലെവലിൽ ഉള്ള പുള്ളിയാണ്. ആരാണ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് മാത്രം പറയാം. നമുക്ക് ഡയറക്റ്റായിട്ട് റിവ്യൂയിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് ലുക്ക് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മിനിറ്റ്, ട്രെയിലറിൻ്റെ ആ ഒരു ഫുള്ളൊന്നും ഇല്ല, എന്നാലും കുറച്ച് മിനിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ജിയോ സ്റ്റുഡിയോസ് ആണ് ഉണ്ടാക്കുന്നത്. ഓ കൊള്ളാട്ടോ. ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് തന്നെ നിങ്ങൾ ഞെട്ടാൻ റെഡിയായിരുന്നു. ശരിക്കും ഒരു ബീസ്റ്റ് നടന്നു പോണവരില്ലേ, നമ്മുടെ I2 വിക്രം മറ്റേ ബീസ്റ്റ് ലുക്ക് പോകില്ലേ, അതേപോലെ ബാക്ക് സൈഡ്. കൊള്ളാം പഞ്ചാബി സാധനം. ലുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആനിമലിന്റെ ബാപ്പായിട്ട് വരും. രൺവീർ സിംഗ് ഒക്കെ വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ ആക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഒരു കോവേർട്ട് ഓപ്പറേഷൻ, അതായത് ഒരു ആർമി മാൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് സെറ്റാണിത്. വെറുതെ അല്ല, ഉറിയുടെ മേക്കേഴ്സാണിത്. നോക്കിയിട്ടില്ല ഷോട്ട്. എനിക്ക് ഈ സീൻ കണ്ടപ്പോഴെനിക്ക് ഒരു ആർമി മെന്നായിട്ട് തോന്നി കേട്ടോ. ഇതൊരു ഗുണ്ടാ മൂവി അല്ല. അജിത് ഡോവലിൻ്റെ ഒക്കെ ലുക്ക് കാണിച്ചോ. എന്ത് എല്ലാം കിടിലൻ ആക്ടേഴ്സ് ഉണ്ടോ. മസ്റ്റായിട്ടും കാണാം ഈ വർഷം ലാസ്റ്റ്. ഇതേ പുള്ളിക്കാരത്തി മൊത്തം അടി കുത്ത് തഗ് ഡയലോഗ്. കൊള്ളാം. ഫൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. പൊളി മോനെ പൊളി. സ്റ്റണ്ടൊക്കെ കിട്ടില്ല, ഒന്നും പറയാനില്ല. എൻ്റെ ഇപ്പോൾ എന്താണ് CG തന്നെയാണ്, അതൊക്കെ അവർക്ക് ഒറിജില്ല. എന്നാ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഇടി കുറേ ബ്ലാസ്റ്റ് എടുത്തിട്ടുണ്ട്, കുറേ CG ഉണ്ട്. CG ആണോ ഒറിജിനലാണെന്ന് മനസ്സിലാത്ത രീതിയിലാണ് ചെയ്തേക്കണം കേട്ടോ. പേട്ട സീനല്ല. സഞ്ജയ് ദത്ത്, ആർ മാധവ്, അർജുൻ രംബാൽ, അക്ഷയ് ഖന്നയൊക്കെ ഒരു നല്ല കിടിലൻ കാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്കണത്. നൈസായിട്ടുണ്ട്. എൻ്റെ ഈ വർഷത്തെ ലിസ്റ്റിൽ ഞാൻ ഈ പടവും കൂടി ഇടണയാണ്. ദിലീപിൻ്റെ പടം ഞാൻ കഴിഞ്ഞ റിവ്യൂ ചെയ്തതാണ്, ടീസർ റിവ്യൂ ചെയ്താണ്. അതേപോലെ ഈ പടവും ഞാനൊന്ന് ഈ ലിസ്റ്റിൽ ഇപ്പോൾ എടുത്തതാണ്. കൊള്ളാം, നല്ല രീതിയിൽ റണ്ണാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആനിമലിൻ്റെ ആ ഒരു റെക്കോർഡ് വെട്ടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇതൊക്കെ തിയേറ്ററിൽ പോയിട്ട് അറ്റ്മോസിൽ ഇപ്പോൾ പുതിയ പരിപാടിയൊക്കെ വരണ്ടല്ലോ, അതിലൊക്കെ പോയിരുന്ന് കാണും. PVR ഇവിടെ ഐമാക്സിലും പോയിരുന്ന് കാണും. പൊളിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.